കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും സുധിയച്ഛൻ എഴുന്നേക്കത്തില്ല അമ്മയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലടാ ഇല്ല എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല, അല്ലാതെ ഒന്നും ചോദിക്കത്തില്ല. ഇപ്പം നമ്മൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവൻ പറയാം ഞാൻ തന്നെ അമ്മ സുധിയച്ഛൻ, ഞാൻ തന്നെയാ സുധിയച്ഛൻ, അമ്മ എന്തിനാ കാര്യം എന്ന് ഞാനാ സുധിയച്ഛൻ എന്ന് പറയും. ലക്ഷ്മി നക്ഷത്ര ചേച്ചി ആണെങ്കിൽ ഒരുപാട് ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ്? ലക്ഷ്മി ആണെങ്കിൽ ആശ്വാസ വാക്കുകൾ പറയാനാണെങ്കിലും കാര്യങ്ങൾ വിളിക്കാനും എല്ലാം ഫുൾ സപ്പോർട്ടാണ്. അവരുണ്ട് നമ്മളോട് എപ്പോഴും. ഇന്നലത്തെ ചടങ്ങിലാണെങ്കിൽ നമുക്ക് മൂത്തം അങ്ങനെ കാണാൻ പറ്റിയിരുന്നല്ലോ, എന്താ പറ്റി അവൻ ഇവിടെ ഇല്ലാത്ത കൊണ്ട് തന്നെയാണ്, മറ്റൊന്നുമല്ല. സുധിച്ചേട്ടൻ ഹിന്ദു ആണ് ആള്, നമ്മൾ മതം പറയുമല്ല. ഞാൻ ക്രിസ്ത്യൻ രീതിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം മൂത്ത മോനല്ലേ ബലി ഇടുന്നതും കാര്യങ്ങളും ഒക്കെ, അവനായിരുന്നു 1-2 ബലി അവനെ ഇട്ടത്. പിന്നെ അണ്ണനും കൂടെ ഇട്ടത്, ചേട്ടനെ ഇട്ടത്. വേറെ പിണക്കമോ മറ്റോ കാര്യങ്ങൾ ഇന്നും കൂടെ അവൻ എന്നെ വിളിച്ചിരുന്നു. കിച്ചു പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് മദർ അല്ല എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ അവനെ 11 വയസ്സ് തൊട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ പൊന്നുപോലെ അവനെ നോക്കിയത്. അവൻ അതുകൊണ്ട് എന്നെ ഇന്നും അമ്മയെന്ന് വിളിക്കുന്നു. വായിച്ച കമന്റ്സിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കമന്റ് എന്താ? എൻ്റെ അമ്മ പാണ്ടിക്കാരുടെ കൂടെ എങ്ങാണ്ട് പോയി ഉണ്ടായതാണ് ഞങ്ങൾ രണ്ട്, ഞാനും ചേച്ചി. പിന്നെ ഞാൻ ഏതാണ്ട് കെട്ടി, വേറെ കെട്ടി, ഇനിയും കെട്ടു, ഏതാണ്ടൊക്കെ ഇട്ടേക്കുന്നു, മറ്റേതാ മറിച്ചതാണ്. ഇതിൻ്റെ അടിയിലും കമന്റ് വരുമായിരിക്കുമല്ലോ, അവള് താണ്ടിരിക്കുന്ന അങ്ങനെ ഇങ്ങനെ. ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവർക്കൊന്നും നമ്മൾ അറിയാത്തവരാണ്. നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ കുശുമ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതായിരിക്കണം. അപ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ചില സമയം എനിക്കിങ്ങനെ, നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യന്മാരാകുമ്പോൾ എല്ലാവർക്കും ഓരോ മൈൻഡ് അല്ലല്ലോ. മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് ഞാനുള്ളത് സുധിച്ചേട്ടൻ്റെ വീട്ടിലാണ്, കൊല്ലം സുധിച്ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് സുധിച്ചേട്ടൻ്റെ വൈഫായ രേണു ചേച്ചിയാണ്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എങ്ങനെ പോകുന്നു? വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നു നമുക്ക് നമ്മുടെ ഏട്ടൻ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷമായത്. എൻ്റെ ചടങ്ങായിരുന്നു. അതാണ് പുതിയ വിശേഷമായിട്ട്. പിന്നെ വീട് പണി നടക്കുന്നു, നന്നായിട്ട് തന്നെ നടക്കുന്നു. അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ നമുക്ക്. ഇപ്പോൾ നമ്മുടെ സുധിച്ചേട്ടൻ വിട്ടുപോയിട്ട് 1 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ 1 വർഷത്തിൽ എങ്ങനെയാണ് ചേച്ചി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്നത്? കാരണം ഒരുപാട് പേരുടെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് മറികടന്ന് ഇപ്പൊ മുന്നോട്ട് പോയത്? കാരണം ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവർക്കൊന്നും നമ്മളെ അറിയാത്തവരാണ്. ചിലത് നമ്മളെ അറിയാവുന്നവരും പറയും. കാരണം അതിനെന്നെ പറയുന്നത്, നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ കുശുമ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതായിരിക്കണം. കാരണം നമ്മൾ തളർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങാതെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അവർക്കൊക്കെ സന്തോഷമായിരിക്കും. അവർ നല്ല കമന്റ് ഇടത്തുള്ളൂ, നെഗറ്റീവ് ഒന്നും വരത്തില്ല എനിക്ക്. നമ്മൾ എന്താ പറയാ, ഈ പ്രയാസത്തിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അതുകൊണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ചില സമയം എനിക്കിങ്ങനെ, നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യന്മാരാകുമ്പോൾ എല്ലാവർക്കും ഓരോ മൈൻഡ് അല്ലല്ലോ. ചില സമയം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും നെഗറ്റീവിന്. പിന്നെ ചിലത് മൈൻഡ് ചെയ്യത്തേ ഇല്ല. ഇപ്പം മൂത്ത മോൻ എന്നോട് പറയും, നേരത്തെ പറയായിരുന്നു, അമ്മ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യുന്നത്? അമ്മേനെ ഞങ്ങൾക്കും അറിയാം, അമ്മേനെ അറിയാവുന്നവർക്കും അറിയാം. പിന്നെ ഇതിന്റെ പുറകെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അമ്മ നമ്മളത് നെഗറ്റീവ് ഇങ്ങനെ പിന്നെ ഇവരുടെ എല്ലാം വായടയ്ക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും അത് മൈൻഡ് ചെയ്യണ്ടടി എന്ന് പറയും. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം നെഗറ്റീവ് കേട്ടാലും ഇപ്പം എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു വിഷയമില്ല. കാരണം കരിങ്കല്ലി കാറ്റടിക്കാന്നൊക്കെ കേട്ടില്ല, അതുപോലെ ആയിപ്പോയി ഞാനിപ്പം. നമുക്ക് വിഷയമല്ല അതൊന്നും. അപ്പൊ ഇത്രയും നാളിങ്ങനെ എന്താ പറയാ, കേട്ട് ഇപ്പൊ അതൊന്നും അല്ലാണ്ട് അവസ്ഥയാണ് ചേച്ചിക്കുള്ളത്. ഇപ്പം സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം നമുക്കത് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു സങ്കടമായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും സുധിച്ചേട്ടൻ മരണത്തിന് ശേഷമാണ് ഒരുപാട് പേര് ഇത്രയും മനസ്സിൽ കൊണ്ട് നടന്നതെന്ന് വിചാരിച്ചത്. അപ്പൊ ഇത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ കരുതിയിരുന്നോ ചേച്ചി ആദ്യമേ? സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടൻ എല്ലാവരും ചിരിപ്പിച്ചതുമാണ്, അതുപോലെ ഒരുപാട് കരയിച്ച വ്യക്തിയാണ്. കാരണം സുധിച്ചേട്ടൻ്റെ 5 വർഷത്തെ ദാമ്പത്യമുള്ളൂ ഞങ്ങൾ, അപ്പം ബന്ധമേ ഉള്ളൂ. അപ്പം സുധിച്ചേട്ടൻ്റെ ആ പഴയ കുറേ അനുഭവങ്ങളും വിഷമിക്കുന്ന അനുഭവങ്ങളും ഒക്കെ ഞാനും അറിയുന്നത് ഈ സുധിച്ചേട്ടൻ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ വന്ന്
ഒരു പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു, കുഞ്ഞിനെയും കൊണ്ട് വണ്ടിയിൽ കയറിപ്പോയതും ടയർ വണ്ടിയിൽ കയറിപ്പോയതും. അന്നാണ് ഞാൻ പറയുന്നത്, കാരണം എന്നോട് പോലും ഇതൊന്നും പറയത്തില്ലായിരുന്നു ഏട്ടൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വന്നപ്പം അദ്ദേഹം അത് പറഞ്ഞു. അപ്പോഴാണ് ഞാനും അറിയുന്നത്. അപ്പൊ ആ കേരളത്തിലുള്ള സൂചിച്ചേട്ടനെ സ്നേഹിക്കുന്നവരും ഇത് അറിയാത്തവരും എല്ലാം കരഞ്ഞുപോയി. ആ കൂട്ടത്തിൽ ഞാനും കരഞ്ഞു. കാരണം ഞാൻ ചോദിച്ച ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സൂചിച്ചേട്ടൻ എന്നോട് ഇതൊന്നും പറയാതിരുന്നേ. അപ്പൊ എന്നെ വാവക്കുട്ട എന്നാ വിളിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് എനിക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് അവർ കരയുന്ന അല്ലെങ്കിൽ അവർ വിഷമിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല എന്നാണ്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഇത്രയും വലിയ എന്താ പറയാ, ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, ആള് മരിച്ചപ്പോഴാണ് ആളുടെ മഹത്വം അറിയുന്നത്. ആൾ ഇത്രയും നാൾ ഇവിടെ നിന്നപ്പോഴും ഇങ്ങനെ ഇത്രയും വലിയൊരു ആളാണെന്നോ, അല്ലെങ്കിൽ കാരണം ആൾ സാധാരണക്കാരെ പോലെയാണ് ഇവിടെ പെരുമാറുന്നതും നടക്കുന്നത്. ഇവിടെ ആണെങ്കിലും വീട്ടിലാണേലും അയൽപക്കത്താണേലും ഇപ്പം കടയിൽ പോകാനാണെങ്കിലും എല്ലാം പുള്ളി സാധാരണക്കാരും. ആരെങ്കിലും ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ പോലെ അങ്ങോട്ട് കയറി അമ്മച്ചി അല്ലെ മക്കളെ അപ്പച്ചാന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങോട്ട് കയറി സംസാരിക്കും. പക്ഷെ ആള് മരിച്ചപ്പോൾ ഇത്രയും വലിയ സപ്പോർട്ട് ഉണ്ടല്ലോ, ആൾക്ക് ഇത്രയും വലിയ സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടല്ലോ എന്ന് നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് പേര് സുധിച്ചേട്ടന്റെ ചരമവാർഷികമായിരുന്നല്ലോ ഇന്നലെ. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നോ? ഒരുപാട് പേര് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ പള്ളിയിലുള്ളവരും പിന്നെ അയൽപക്കംകാരും കുടുംബക്കാരെയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം എല്ലാവരും ഒന്ന് വിളിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു, വേറൊന്നുമല്ല. നമ്മളങ്ങനെ ഇവിടെയുള്ള അസൗകര്യവും കാര്യങ്ങളും. പിന്നെ ഫ്ലവേഴ്സിന് ലക്ഷ്മി നക്ഷത്ര ചിന്നുവിനോടും അനുപേട്ടൻ്റെ അടുത്തും പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫുൾ. കാരണം അവർക്ക് ഇന്നലെ ഷൂട്ടിംഗ് ആയിരുന്നു, ഷൂട്ടായതുകൊണ്ട് അവർ വരില്ലായിരുന്നു, അപ്പൊ വരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എല്ലാം ഫുൾ സപ്പോർട്ടും അവർ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിന്, ഈ ചടങ്ങിൽ അവർ പങ്കെടുത്തില്ലെങ്കിലും അവരുടെ ഒരു കരുതലും സാമീപ്യവും എല്ലാം ഫ്ലവേഴ്സിന്റെയും ആകട്ടെ അനൂപേട്ടന്റെയും ലക്ഷ്മിയുടെയും ചിന്നുവിന്റെയും ഒക്കെ ഒരു സാമീപ്യം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ ചടങ്ങിന്. അവര് മനസ്സുകൊണ്ട് സൂചിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാകാം. അങ്ങനെ ഇന്നലത്തെ ചടങ്ങിലാണെങ്കിൽ നമുക്ക് മൂത്ത മകനെ കാണാൻ പറ്റിയിരുന്നല്ലോ. എന്താ പറ്റി, അവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ? ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, മറ്റൊന്നുമല്ല. സുധിച്ചേട്ടൻ ഹിന്ദു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്, ഹിന്ദു ആണ് ആള്. നമ്മൾ മതം പറയുമല്ല, ഞാൻ ക്രിസ്ത്യൻ രീതിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം സുധിച്ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നത് പിന്നെ എൻ്റെ കൂടെ പള്ളിയിലാണ് പൊക്കോണ്ടിരുന്നത്. അപ്പം മതമൊന്നും മാറിയിട്ടില്ല, ഏട്ടൻ ഹിന്ദു രീതിയിൽ തന്നെയാണ്, സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം മക്കളുടെ അങ്ങനെ സെയിം രീതിയാണ്. അപ്പം എൻ്റെ കൂടെ പള്ളിയിൽ വന്ന സമയത്ത് ഏട്ടൻ്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് ഇവിടെ പള്ളിയിലാണ്, നമ്മൾ കല്ലറയിലാണ് അടക്കിയത്. ഹിന്ദു രീതിയിലല്ല, ക്രിസ്ത്യൻ രീതിയിൽ. അപ്പം നമ്മുടെ അടുത്ത് കൊല്ലംകാരും പറഞ്ഞിരുന്നു, അവർക്കും ചടങ്ങുണ്ട്, നമ്മളെയും വിളിച്ചിരുന്നു, നമ്മൾ ഇങ്ങോട്ടും വിളിച്ചിരുന്നു. പക്ഷെ ദൂരമായതുകൊണ്ട് നമുക്ക് ഇന്നലെ പോയി വരാനുള്ള പ്രയാസം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ നടത്തിക്കോ, ഞങ്ങൾ ഇവിടെ നടത്തിക്കോ. അപ്പം മൂത്ത മോനല്ലേ ബലി ഇടുന്നതും കാര്യങ്ങളും ഒക്കെ, അവനായിരുന്നു 1-2 ബലി അവനെ ഇട്ടത്, പിന്നെ അണ്ണനും കൂടെ ഇട്ടത്, ചേട്ടനെ ഇട്ടത്. അപ്പം ഇന്നലെ അവന്റെ സാന്നിധ്യം അവിടെ വേണം, അവനവിടെ വേണം, ആ ഒരു പ്രസൻസ് അവിടെ വേണ്ടത് കൊണ്ട് അവൻ അവിടെ അച്ഛൻ്റെ ചടങ്ങിൽ പങ്കെടുത്തു. അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങൾ. ഞങ്ങൾ ഇവിടെ കുഞ്ഞിവിടെ അല്ലായിരുന്നു, അപ്പൊ ഇവിടെ. അപ്പം അല്ലാതെ വേറെ പിണക്കോ മറ്റോ കാര്യങ്ങൾ. ഇന്നും കൂടെ അവൻ എന്നെ വിളിച്ചിരുന്നു, അതുപോലെ ഇന്നലെയും വിളിച്ചിരുന്നു, വീഡിയോ കോൾ ചെയ്തെല്ലാം കണ്ടു. അങ്ങനെ അവൻ അവിടെയായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. കിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്റെ സെക്കൻഡ് മദർ അല്ല, എന്റെ അമ്മ തന്നെയാണ്, അമ്മ പോലെയാണ് നോക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിക്കും അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കെയറിങ് അതുപോലെയൊക്കെ ആയിരിക്കണം. അപ്പോൾ മരണത്തിന് ശേഷം ചേച്ചി പേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇനി ഇവരെങ്ങനെ നോക്കും എന്നുള്ള കാര്യത്തില്? കാരണം ഇപ്പം കമന്റ്സിന് 2-3 വരുന്നത്, ഇവള് കൊച്ചിനെ നോക്കൂ, കാരണം അവന് 19 വയസ്സുണ്ട്, അവനിനി എന്നെയാ നോക്കേണ്ടത് അല്ലേ. ഞാൻ അവനെ 11 വയസ്സ് തൊട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ പൊന്നുപോലെ അവനെ നോക്കിയത്. അവൻ അതുകൊണ്ട് എന്നെ ഇന്നും അമ്മയെന്ന് വിളിക്കുന്നു. നമ്മൾ ഇത്ര ഓർത്താൽ മതി, 19 വയസ്സുള്ള ഒരു കുട്ടി എന്നെ അമ്മയെന്ന് വിളിക്കും. അമ്മയെന്ന് പറഞ്ഞ ഒരു സത്യം ഉണ്ടല്ലോ, അമ്മയെന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ അവൻ്റെ അടുത്ത് നിൽക്കുന്നത്? അത്രയും കെയർ ചെയ്ത് നമ്മൾ അവനെ ബഹുമാനിച്ച് നിൽക്കുന്ന, നമ്മളെക്കാളും വലുതാകുമ്പോൾ നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കണം. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അവൻ ഇപ്പോഴും നമ്മളെ അമ്മയെന്ന് വിളിക്കുന്നതും ആ ഒരു കെയറിങ് നമുക്ക് തരുന്നതും അമ്മയെന്നുള്ള. ഇപ്പൊ ആളുടെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവൻ +1 +2 ഒരുമിച്ചുള്ള ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എക്സാം കഴിയുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഇപ്പൊ ഇടയ്ക്ക് വരും, കൊല്ലത്തുനിന്ന് ഇടയ്ക്ക് വരും. കൊല്ലത്താണ് അവൻ നിൽക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ പഠിക്കാനൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം അവൻ അവിടെയാണ് നിൽക്കുന്നത്.
ഇപ്പം പലരും പറയും എന്താ അവരെ എന്തിനാ നിങ്ങൾ ഇത് ചോദിച്ച് വിഷമിപ്പിക്കുന്നത്, അവരുടെ ലൈഫ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിട്ടൂടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ് വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും. എന്നാൽ നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അവരുടെ വിഷമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ സിമ്പതി എന്ന് പറയും. അപ്പൊ അങ്ങനെ സിമ്പതി ആയിട്ട് ആരെങ്കിലും ചേച്ചിയോട് ഇങ്ങനെ നിനക്ക് സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റീൽസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ മീൻസ് പറഞ്ഞതായിട്ട് ഫീൽ ചെയ്ത് ഇതിന്റെ അടിയിലും കമന്റ് വരുമായിരിക്കില്ല, അവള് താണ്ടിരിക്കുന്ന അങ്ങനെ എങ്ങനെ. ഞാൻ പറയട്ടെ മോളെ, നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. അതിപ്പോ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്നെ പറയണ്ടേ, കാണിച്ചു കൊടുക്കേണ്ട കാര്യം നമ്മളെ അറിയാവുന്നവർക്ക് അറിയാലോ. പിന്നെ സിമ്പതിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ റീൽസ് ചെയ്യുന്നത്. ഞാൻ സുധിച്ചേട്ടൻ ഉള്ളപ്പോ തൊട്ട് ചേട്ടൻ എൻ്റെ കൂടെ ഉള്ളപ്പോ തൊട്ട് ഏട്ടനാണ് പറഞ്ഞത് റീൽസ് ഒക്കെ ചെയ്യുക കേട്ടോ. പണ്ട് ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. ആ ടിക്ടോക്ക് പോയതോടുകൂടി ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴാണ് ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം സുധിച്ചേട്ടൻ തന്നെയാണ് എൻ്റെ അടുത്ത് വല്ല റീൽസ് ചെയ്യണം, മൈൻഡ് ഓക്കെ ആകും. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോ സമയത്ത് ഇങ്ങനെ ചെയ്യും, നമ്മുടെ മൈൻഡ് ഓക്കെ ആകും, നമ്മുടെ ഇഷ്ടമല്ലേ. അത്രയും ഞാനിത് കാണുന്നില്ല, സിമ്പതിക്ക് വേണ്ടിയിട്ടോ അങ്ങനൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ മുൻപുള്ള രേണു ചേച്ചി അല്ല, ഭയങ്കര ബോൾഡായിട്ടുള്ള രേണു ചേച്ചിയാണ് എനിക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ചേച്ചി ആദ്യം പറഞ്ഞ പോലെ കരിങ്കല്ലായി മാറി, എല്ലാരും കൂടി അങ്ങനെ മാറ്റി അല്ലേ, അങ്ങനെ ആയതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ സംസാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരു സിംഗിൾ പാരന്റ് എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു ഋതുല് കുറച്ചും കൂടി ചെറുതായിരുന്നു അല്ലേ, അപ്പൊ അവൻ ഇപ്പോഴും തിരക്കാറുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും സുധിയച്ഛൻ എഴുന്നേക്കത്തില്ല അമ്മയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലടാ, ഇല്ല എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല, അല്ലാതെ ഒന്നും ചോദിക്കത്തില്ല. ഇപ്പൊ നമ്മൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവൻ പറയാം അമ്മേ സുധിയച്ഛന്റെ കാര്യം പറയല്ലേ, എനിക്ക് വിഷമമാവും, പറയണ്ടെന്ന് പറയും. നമ്മൾ കരഞ്ഞാൽ പറയാം ഞാൻ തന്നെ അമ്മ സുധിയച്ഛൻ, ഞാൻ തന്നെയാ സുധിയച്ഛൻ, അമ്മ എന്തിനാ കരയുന്നത്, ഞാനാ സുധിയച്ഛൻ എന്ന് പറയും. അങ്ങനെ പറയും. ആൾക്ക് എന്തോ 4 വയസ്സുണ്ട്, അതിൻ്റെക്കാളും കൂടുതൽ അറിവുണ്ടെന്ന് തോന്നുന്നതായിരിക്കും അവൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ഋതുലിനെ കിച്ചു എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുക? കിച്ചു എന്താ പറയാ, അവന് ജീവനാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഉള്ളപ്പോഴും അവൻ കിച്ചുവിന്റെ കാര്യം പറയും, കിച്ചു ആണെങ്കിലും വിളിക്കുകയും കാണുമ്പോഴത്തേനും അന്ന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് വന്നപ്പോൾ കാണുന്നവര് ആ ക്യാമറയിൽ അല്ലെങ്കിൽ ആ വേദിയിൽ തന്നെ കിച്ചുവിന്റെ കയ്യിലാണ് ഋതപ്പൻ ഇരിക്കുന്നത്. അപ്പം അത് കണ്ടവർ ശ്രദ്ധിച്ചു, ഇങ്ങനെ ഉമ്മ കൊടുത്തോണ്ടിരിക്കുക കിച്ചു ഇങ്ങനെ ഋതപ്പന്. അപ്പോൾ അവന്റെ ആ പഠിത്തവും കാര്യങ്ങളും കൊണ്ടാണ് അവന് അങ്ങോട്ട് നിൽക്കുന്നതും പിന്നെ ഇവനെ കാണാൻ ഓടി വരികയൊക്കെ ചെയ്യും വല്ലപ്പോഴും. അപ്പം ആ ഒരു അച്ഛന്റെ സ്നേഹവും ചേട്ടന്റെ സ്നേഹവും കൊടുക്കാൻ അവനല്ലേ ഉള്ളൂ, അതവൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവന്റെ പ്രായത്തിനേക്കാളും കൂടുതൽ പക്വത അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങനെ അധികം സംസാരമോ അങ്ങനെ ഒന്നുമില്ല. അവൻ ആവശ്യത്തിന് മാത്രം സംസാരിക്കും. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെയാന്ന് നമുക്കറിയില്ല. ഫ്രണ്ട്സിന്റെ അടുത്ത് അവൻ ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് അവൻ ആവശ്യത്തിലധികം ഒന്നും സംസാരിക്കും, ആവശ്യത്തിന് മാത്രം സംസാരിക്കും. അതിപ്പം ഞാൻ കണ്ടപ്പോ തൊട്ടുള്ള കിച്ചു അങ്ങനെയാണ്. സ്റ്റാർ മാജിക്കിന്ന് തുടങ്ങിയതാണ് നമ്മുടെ സുധിച്ചേട്ടന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടു വരുന്നത്. കാരണം ഒരുപാട് പേര് സുധിച്ചേട്ടനെ കാണാൻ വേണ്ടി സ്റ്റാർ മാജിക് കാണുന്നവരുണ്ട്. സുധിച്ചേട്ടനെ മീൻസ് ആളുടെ ഒരു എന്താ പറയാ വേർപിരിയിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും ഒരു വർഷം എപ്പോഴും പലരും കമന്റിൽ ചോദിക്കുന്നുണ്ട്, അയ്യോ അത്ര പെട്ടെന്ന് ഒരു വർഷമായോ, നമുക്ക് ഒരിക്കലും എന്താ നികത്താനാവാത്ത നഷ്ടമാണെന്നൊക്കെ. അപ്പൊ അന്ന് മരണസമയത്ത് ഇറങ്ങി കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ബിനിച്ചേട്ടൻ ഭയങ്കര അഭിനയമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അവർ തമ്മിലുള്ള എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൗണ്ടറൊക്കെ പറയുമെങ്കിലും അവർ തമ്മിലുള്ള ഒരു ബന്ധം കുറച്ച് സ്ട്രോങ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ ചേച്ചിയുടെ ഒരു വ്യൂ പോയിന്റിൽ പറയാനാണെങ്കിൽ? ഇപ്പം നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ മനുഷ്യര് പലവിധമാണ്. ആരുടെയും കൈ നമുക്ക് കമന്റ് ഇടുന്ന കൈ പിടിച്ച് കെട്ടിവെക്കാൻ പറ്റത്തില്ല, അവരിടും. പിന്നെ ഇപ്പൊ ചിരിക്കുന്നതിന് എനിക്ക് കമന്റ് വരും, അവള് ചിരിച്ചോണ്ട് പറയുന്നത്. ഞാൻ ചിരിക്കും, കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ചിരി എന്നുള്ള വികാരം വരുമ്പോൾ ഞാൻ ചിരിക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് ദുഃഖമില്ലെന്നോ അല്ലെങ്കിൽ സുധിച്ചേട്ടനെ മിസ് ചെയ്യുന്നില്ലെന്നോ എന്നല്ല ഇതിന്റെ അർത്ഥം. അത് പറഞ്ഞു വന്നത് അന്ന് പോകാൻ നേരത്തും, അതായത് 24ന്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് പോയിട്ട് വരുമ്പോഴാണ് ഏട്ടന് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പൊ അന്ന് അങ്ങോട്ട് പോകാൻ നേരത്തും എൻ്റെ അടുത്ത് കോൾ ചെയ്തിട്ട് സുധിച്ചേട്ടൻ പറഞ്ഞു, വാവുട്ടാ നിന്റെ ബിനിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്, നിന്റെ ബിനിച്ചേട്ടൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ കാറിൽ ഇരിപ്പുണ്ട്, നീ ഒരു കാര്യം ചെയ്യും ബിനിച്ചേട്ടയിൽ ഞാൻ കൊടുക്കാട്ടോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ബിനിച്ചേട്ടൻ അപ്പം ഫോൺ എടുത്തോണ്ട് എന്നെ വിളിക്കുന്ന വാവുക്കുട്ടേന്ന്, ബാവുക്കുട്ടാന്ന് വിളിച്ചത്. അപ്പൊ ഞാൻ ബിനിച്ചേട്ടൻ എന്നോട് ദേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആള്, വീട് വെക്കുന്ന കാര്യമൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നേ, ആളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ശരി മക്കളെ എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ്റെ കയ്യിലോട്ട് ബിനിച്ചേട്ടൻ
ബിനുചേട്ടൻ സുചേട്ടൻ്റെ കയ്യിലോട്ട് കോളും കൊടുത്ത്. അങ്ങനെ അവരുടെ സൗഹൃദം നമുക്ക് നേരത്തെ തൊട്ട് അറിയാവുന്നതാണ്. പിന്നെ അഭിനയമാണോ അതാണോ എന്നൊന്നും ഞാൻ അതിനകത്ത് എന്താ പറയാ, അത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല, അഭിനയമാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, എന്ത് സത്യമാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ പറയുന്നതും കമന്റ് ഇടുന്നതും പല രീതിയിലാണ് കാണുന്നത്. അതിപ്പോ അവരുടെ കണ്ണിന്റെ കാര്യം അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ കാര്യം, നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. അവരുടെ സൗഹൃദം എത്രത്തോളം ആണെന്ന് നമുക്കറിയായിരുന്നു. നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു അവര്. മരണം വരെ ഒരുമിച്ചല്ലായിരുന്നോ? സുചേട്ടൻ ഒരുമിച്ചല്ലായിരുന്നു, ബിനുചേട്ടൻ്റെ കൂടെ തന്നെയല്ലായിരുന്നോ മരിക്കുന്നോടം വരെ? അത് കഴിഞ്ഞും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ തിരക്കി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 24-ന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിക്കാണ് 24 പ്രോഗ്രാം മരണം സംഭവിച്ചത്. അപ്പോൾ ചേച്ചി അന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്താ ഫോണ് വിളിക്കുമ്പോഴും ഭയങ്കര എന്താ ടെൻസ്ഡ് ആയിട്ടാണ് സംസാരിച്ചിരുന്നത് എന്നൊക്കെ. കാരണം എന്തോ ഒരു ആശങ്ക പോലെയുള്ള. ശരിക്കും ചേച്ചി ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? ആള് ഭയങ്കര ടെൻഷൻ എന്നല്ല, പുള്ളി സുചേട്ടനെ സംബന്ധിച്ച് ഷൂട്ട് തീർന്ന ഉടനെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒരു ഇതാണ്. നമ്മുടെ കൂടെയാണ് എപ്പോഴും ആള്. കാരണം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ, വേറെ എങ്ങും പോകത്തില്ല. പുറത്ത് പോകണമെങ്കിൽ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ, കടയിൽ വരെ പോവാണെങ്കിൽ. അങ്ങനെ ഒരു പ്രകൃതം ആളുടെ. അപ്പം അന്ന് ആൾക്ക് പല്ലുവേദനയായിരുന്നു. ഒരു 7 മണിയായപ്പോൾ പല്ലുവേദന നീര് വന്നായിരുന്നു. അപ്പൊ കുഞ്ഞിനും ഋതപ്പനും സെയിം രീതിയിൽ അതേ സമയത്ത് ഇവനും പല്ലുവേദന നീര്. അപ്പൊ അത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ കുഞ്ഞിനും വയ്യെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ടെൻഷനായിപ്പോയി. അയ്യോ നാളെ, അത് തന്നെയല്ല എൻ്റെ പപ്പ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാ, ഇങ്ങനെ വയറിനെന്തോ ഓപ്പറേഷൻ ചെയ്ത് സീരിയസ് ആയിട്ടാ. അപ്പൊ അത് സീരിയസ് ആയിട്ട് കിടക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ആയിരിക്കണം ആളിങ്ങനെ ആശങ്കയായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നെ വിളിച്ചിട്ട് നാളെ നമുക്ക് വൗട്ടെ എനിക്ക് പല്ലുവേദനയാണ്, നീരാണ്, നാളെ നമുക്ക് വെളുപ്പിന് എന്നെ ആശുപത്രി കൊണ്ടുപോകണം, ഞാൻ 5 മണിയാകുമ്പോൾ ചങ്ങനാശ്ശേരി വരും, നീയും കിച്ചുവും കൂടെ വന്ന് എന്നെ കൊണ്ടുവരണം, കാരണം നമ്മുടെ കാർ ഇവിടെ കിടക്കുക, അപ്പം അതിനകത്ത് വന്ന് കൊണ്ടുവരണം. ആള് നമ്മുടെ വണ്ടിയിലല്ലോ പോയത്. അപ്പം നീ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കണ്ട, കുഞ്ഞ് ഉറങ്ങിക്കോട്ടെ, അതിന് വയ്യാത്തതല്ലേ, എന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞ് കുഞ്ഞിനെയും എന്നെയും ഇവിടെ ആശുപത്രി കൊണ്ടുപോയിട്ട് നമുക്ക് പപ്പായെ കാണാൻ പോകണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, നമുക്ക് അറിയുന്നില്ല മരി. ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പം വീഡിയോ കോൾ ചെയ്യണ്ട, വരുമല്ലോ, ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോ, ഇത് നമ്മൾ ഒത്തിരി പറഞ്ഞതാണ്, വീഡിയോ കോൾ ചെയ്ത് ഞാൻ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കാണിച്ച് അപ്പം എന്നോട് ഇങ്ങനെ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ്. അത് എന്നാന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. പൊട്ടിക്കരഞ്ഞാണ്. ഇനിയും സമയം എടുക്കുന്നതിൻ്റെ വല്ലതും ഇതാണോ നമുക്കൊന്നും അറിയാം. എന്തായാലും ആൾ കരഞ്ഞിട്ടുണ്ട് വീഡിയോ കോളിൽ. കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, വൗട്ടെ എനിക്ക് പല്ലുവേദനയാണ്, എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ, ഋതപ്പനെ നോക്കിക്കോണേടി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ അറിയണ മരിച്ചെന്നല്ലേ. ചേച്ചിക്ക് ഇതിപ്പോ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല, കാരണം എനിക്കറിയാം അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, മരണം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചേച്ചിയുടെ ലൈഫിൽ എന്നും ആ ഒരു കാര്യം എന്താണ്, കുറേ കാര്യങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാലും എന്താ അത് ഒരെണ്ണം മാത്രമായിരിക്കും എന്താ ഒരു നികത്താനാവാത്ത ഒരെണ്ണം അല്ലേ. അപ്പോൾ ഇപ്പം ഉള്ള ലൈഫിനേക്കാളും ഇപ്പം സുധിച്ചേട്ടൻ്റെ കൂടെയുള്ള ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെന്റ് ആണ്. കാരണം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഫാമിലി മാൻ ആണ്. അപ്പം രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഉള്ള കുറവുകൾ എന്ന് പറയുമ്പം എന്താണ്, അതിലൊരു കുറവാണ് സുധിച്ചേട്ടൻ എന്ന് പറയുന്നത്. എന്താണ് അത്? സുധിച്ചേട്ടനുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒന്നും അറിയണ്ട, സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും ആള് നമ്മളെ ഒന്നും അറിയിക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ മുഖം മാറത്തില്ല, അന്നേരം അത് സോൾവ് ആക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ജോലിയുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ സുചേട്ടൻ എന്ന് വെച്ചാൽ വലിയൊരു ആള് നമ്മുടെ ലൈഫിൽ ഇത് പോയി, ആ സാന്നിധ്യം ഇല്ല, ആളുടെ ഒരു പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ ആളുടെ ബോഡി നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷെ ഒരു ആത്മാവിന്റെ പ്രസൻസ് എപ്പോഴും ഞാൻ അറിയുന്നുണ്ട് ആളുടെ. എന്താണ് ഫാമിലിന്നൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ടോ ഇനി ഒരു മാരേജിനെ കുറിച്ച്? ഇല്ലില്ല, ഇവർക്കറിയാം, ഫാമിലിക്ക് അറിയാം അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യില്ല എന്നറിയാം. സുചേട്ടനെ പോലെ ആരും ആകത്തില്ല എനിക്ക് അങ്ങനെ, അതുകൊണ്ട് ഇവർക്ക് അറിയാം. അല്ല പുറത്തുനിന്നാണെങ്കിലും ഫ്രണ്ട്സ് പറയാറുണ്ട്, കാരണം നീ ചെറുപ്പമാണ്, കുറച്ച് നാളും കൂടെ കഴിയുമ്പം ആമക്കളാണ്, അവര് കല്യാണം കഴിയും, അവര് കല്യാണം കഴിഞ്ഞ് നീ ഒറ്റയാവും, പിന്നെ ആരും നിന്നെ നോക്കാൻ കാണത്തില്ല, തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കുറെ കമന്റ്സ് ഒക്കെ മാറുമല്ലോ, ഈ അവൾ അങ്ങനെ ഒരുങ്ങി നടക്കുന്ന അതൊക്കെ മാറുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ എന്ത് വെള്ളം പറഞ്ഞോട്ടെ, ഞാൻ ഇനി ഒറ്റപ്പെടാനാണ് ദൈവവിധിയെങ്കിലും അങ്ങനെ നടന്നോട്ടെ, ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ
ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. ഇനിയും മുന്നോട്ട് ഇങ്ങനെ സിംഗിൾ പാരന്റ് അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ കമന്റ്സുകളിലൊന്നും ചേച്ചി മൈൻഡ് ചെയ്യാറില്ല. ചില സമയം ഞാൻ റിപ്ലൈ കൊടുക്കും, പിന്നെ മൈൻഡ് ചെയ്യാറില്ല. ഈ വായിച്ച കമന്റ്സിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കമന്റ് എന്തായിരുന്നു? വേദനിപ്പിച്ച കമന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇടയിൽ ഒരു കമന്റ് വന്നു. നമ്മളെ അടുത്തറിയാവുന്ന ഒരാളാണ്, പണ്ട് തൊട്ടേ ഒരു ചെറിയ വിഷയമൊക്കെ ആയിട്ട് അവര് വലിയ ഇതിലൊന്നും നിൽക്കാത്ത ഒരാളാണ്, നമുക്കറിയാവുന്ന ആളാണ്. പുള്ളിക്കാരി എഴുതിയേക്കുന്നത് ഫേസ്ബുക്കിൽ, അത് എനിക്ക് വിഷയമല്ല, പക്ഷെ എൻ്റെ വീട്ടുകാരെ കുറിച്ചാണ് ഇത് എഴുതിയേക്കുന്നത്. എൻ്റെ അമ്മ ഇന്ന് വരെ പണിക്ക് പോലും അമ്മയെ വിട്ടിട്ടില്ല. പണിക്ക് പോയി പാണ്ടിക്കാരുടെ കൂടെ എങ്ങാണ്ട് പോയി ഉണ്ടായതാണ് ഞങ്ങൾ രണ്ട്, ഞാനും ചേച്ചി. പിന്നെ ഞാൻ ഏതാണ്ട് കെട്ടി, വേറെ കെട്ടി, ഇനിയും കെട്ടു, ഏതാണ്ടൊക്കെ ഇട്ടേക്കുന്നു, മറ്റേതാ മറിച്ചേതാന്നൊക്കെ. അത് കണ്ടിട്ട് നമുക്കത് കണ്ടിട്ട് എനിക്ക് കൂസലില്ലല്ലോ, പക്ഷെ എൻ്റെ വീട്ടുകാരെ അത് പറഞ്ഞപ്പോൾ അവർക്ക് അതെന്തായാലും അത് മുന്നോട്ട് അതിനെതിരെ പോകും. അങ്ങനെ അങ്ങനെ ഇടരുത്, ലീഗലി പോകാൻ തന്നെയാണ് ഒരു കഥ. ഇപ്പൊ അവര് കാണുന്നുണ്ടോ എന്ന് കണ്ടാലും കുഴപ്പമില്ല, നമ്മൾ ലീഗലി പോയിരിക്കും. കാരണം ആവശ്യമില്ലാത്ത എഴുതരുത്. എഴുതിക്കോട്ടെ, നമ്മളെ പറ്റി എന്നെ പറ്റി ഇനി എന്ത് വേണേലും എഴുതിക്കോട്ടെ, എനിക്ക് വിഷയമില്ല. കമന്റ് ഇതിന്റെ അടിയിൽ വന്ന് അവള് അങ്ങനെയാ ഇങ്ങനെയാ അവള് മറ്റേതാ മറിച്ച് എന്ത് വേണം എഴുതിക്കോട്ടെ. എനിക്ക് ഞാൻ കുറച്ചു മുന്നേ മോളുടെ അടുത്ത് പറഞ്ഞില്ല, കരിങ്കലിന് കാറ്റടിച്ച അവസ്ഥ. എനിക്കൊന്നുമില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനും ഇല്ല. എനിക്ക് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സൂചേട്ടൻ പോയതാണ്. ഇതിൽ കൂടുതൽ എനിക്കൊരു ഒന്നും വരാനില്ല. ഇനിയിപ്പം ഞാൻ മരിച്ച പോലെ എനിക്ക് വിഷയമല്ല, കാരണം ഏട്ടൻ ഉണ്ട് അവിടെ. ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ പറഞ്ഞത് അത് വളരെ മോശമായി. എന്തായാലും അത് ലീഗലിൽ തന്നെ പോകാൻ തന്നെയാണ് തീരുമാനം. ആ ഒരു കമന്റ്സിലൂടെ ഭയങ്കര മോശമായിട്ടാണ് ചിത്രീകരിച്ചത്. കാരണം എൻ്റെ വീട്ടുകാർക്ക് എന്തോ അവര് ഒരുപാട് ദൂരെ നിന്നൊക്കെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയായിരുന്നോ, നിങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണോ, ഇത് അച്ഛൻ എന്നാ അമ്മ തമിഴന്റെ കൂടെ പോയോ എന്നൊക്കെയാ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ സംഭവമില്ല. പക്ഷെ അത് പറയരുതായിരുന്നു, അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. അത് നന്നായിട്ട് നമ്മളെ അറിയാവുന്നവർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് ആരാണെന്നും നമുക്കറിയാം. നമ്മൾ എന്തായാലും ലീഗലി പോകും തന്നെയാണ്, മുന്നോട്ട് പോകും. അതെ അതെ, വീട്ടുകാർ പോകും. ഞാൻ ചെയ്തില്ലേലും അല്ലെ എൻ്റെ വീട്ടുകാർ അതിൽ മുന്നോട്ട് പോകും. ഞാൻ എന്തായാലും സപ്പോർട്ട് കൂടെ കാണും അവരുടെ കൂടെ. ചേച്ചി മുൻപ് ടിക്ടോക്ക് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ടിക്ടോക്കിലും കുറെ കമന്റ്സ് വരുമായിരുന്നു? ടിക്ടോക്കിൽ അങ്ങനെയൊന്നും വരുന്നില്ല, കാരണം ഏട്ടനുള്ള സമയമല്ല. അപ്പൊ ഇപ്പൊ ഇൻ കേസ് ഒരു കമന്റ് വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവും, അപ്പൊ സുധിച്ചേട്ടാ ഇങ്ങനെ ആയിരിക്കും അത് കൈകാര്യം ചെയ്യുക? എന്തെങ്കിലുമൊക്കെ പറയോ? ചിരിക്കും, ഇതെന്റെ ചിരിയുടെ പിന്നെ അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, നീ പോകാൻ പറവാട്ടെ, ഇങ്ങനെ ചിരിച്ചു തള്ളും. ഞാനും ചിരിച്ചതാണ്, ഇതെന്റെ സുഖട്ടെ ഇത് കണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ കാണിക്കുമ്പോ ഇത് എന്ത് വേണം പോകാൻ പറയും. സുധിച്ചേട്ടന് എന്താ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമന്റ്സ് അങ്ങ് അധികം ഇല്ലാത്ത ഒരാളാണ് സുധിച്ചേട്ടൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നെഗറ്റീവ് കമന്റ്സ് ഇല്ലാതിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ? അപ്പോ അദ്ദേഹത്തിന്റെ വേർപാടിന് മുൻപായാലും മരണത്തിന് ശേഷമാണെങ്കിലും അദ്ദേഹത്തിനൊരു നെഗറ്റീവ് കമന്റ്സ് ഇല്ല. പക്ഷെ അതെല്ലാം കറങ്ങി തിരിഞ്ഞ് രേണു ചേച്ചിയിലേക്ക് എത്തുമ്പോ അത് എന്താണ് അങ്ങനെയെന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? അത് ഞാൻ കുറച്ച് മുന്നേ അതിന്റെ ഉത്തരം പറഞ്ഞായിരുന്നു. നമ്മൾ ബോൾഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആരെയും കൂസുന്നില്ല. അതായത് ഈ നെഗറ്റീവ് അടിക്കുന്നവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ തന്നെയാണ്. നമ്മുടെ സുധിച്ചേട്ടൻ എന്താണോ ഇഷ്ടം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഒരുങ്ങി നടക്കുക, നന്നായിട്ട് വൃത്തിയായിട്ട് നടക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക, അങ്ങനെ നടക്കുന്നോണ്ടായിരിക്കണം ഈ കുശുമ്പ് കൊണ്ട് പറയുന്നത്. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല എന്നതാന്ന്. എനിക്കൊന്നും അറിയത്തില്ല ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്. മരിച്ചു കഴിഞ്ഞ ഒരു വിധവ നല്ല വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അവള് എന്താ അവളുടെ ഇഷ്ടപ്രകാരം നടക്കുന്നവളാണെന്നുള്ളൊരു കാര്യം എപ്പോഴും നമ്മൾ മലയാളികളുടെ ഇടയിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ എതിർത്ത് മുന്നോട്ട് ഇവരെ രണ്ടുപേരെയും ഇവരുടെ ഫ്യൂച്ചർ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതില് ഒരു വലിയ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിന്റെ ഭാഗത്തുനിന്ന്. തീർച്ചയായിട്ടും അനുപേരനാണെങ്കിലും അതേപോലെ തന്നെ നക്ഷത്ര ചേച്ചി, ലക്ഷ്മി നക്ഷത്ര ചേച്ചി ആണെങ്കിൽ ഒരുപാട് ആളുടെ വ്ലോഗിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ്? ഫുൾ സപ്പോർട്ടാണ്. ലക്ഷ്മി ആണെങ്കിൽ അനുപേടനും ലക്ഷ്മിയും എന്താ പറയാ രണ്ടുപേരും, അതുപോലെ സ്റ്റാർ മാജിക് ഫാൻസുകാര് ഫുൾ സപ്പോർട്ടാണ്. സാമ്പത്തികമായിട്ടാണേലും ഹെൽപ്പിംഗ് ആണേലും എന്താ പറയാ ആശ്വാസവാക്കുകൾ പറയാനാണെങ്കിലും കാര്യങ്ങൾ വിളിക്കാനെല്ലാം ഫുൾ സപ്പോർട്ടാണ്. അവരുണ്ട് നമ്മളോട് എപ്പോഴും. എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയാ ചേച്ചിയുടെ സിസ്റ്റർ എന്ന രീതിയിൽ അല്ലെ മുന്നോട്ട് കൊണ്ടുപോവാണ്. കൂടെ തന്നെ കൊണ്ടുപോവാണ്. ചിന്നുവിന്റെ അമ്മയാണെങ്കിലും ഇന്നലെ വൈകിട്ട് വിളിച്ച് രണ്ടുപേരും കൂടെ വിളിച്ച് സംസാരിച്ച് ചടങ്ങിന്റെ കാര്യമൊക്കെ സംസാരിച്ച് എല്ലാം. വിഷമമാണ് വരാൻ. പിന്നെ ഷൂട്ടും ആയിരുന്നു, പ്രോഗ്രാമും ആയിരുന്നു. ആൾക്ക് ഇതിന് വരാൻ വിഷമമാണ്. പിന്നെ ഇനിയിപ്പോ കേർത്താമസത്തിന് കാണാന്ന് വെച്ച് എല്ലാരും സന്തോഷമായിട്ട്. വീട് പണിയുടെ കാര്യം നന്നായിട്ട് പോകുന്നു. KHDC അവരാണ് വീട് നമുക്ക് ചെയ്തു തരുന്നത്. ഫിറോസിക്ക എന്ന് പറയും. അദ്ദേഹം എത്രയും ഭംഗിയായിട്ടാണോ ചെയ്യാൻ പറ്റുന്നത്
ഇത്രയും ഭംഗിയായിട്ടാണ് വീട് ചെയ്യുന്നത്. ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും വലിയൊരു വീടാണ്, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു വീടാണോ നമുക്ക് കിട്ടാൻ, നമുക്കല്ല ഏട്ടന് കിട്ടാൻ പോകുന്നത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ഒരു മനസ്സിലൊരു വീടുണ്ട്, പക്ഷെ അതിലപ്പുറം നമുക്ക് എന്നെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വീടാണ് അവർ തരുന്നത്. നല്ല വീടാണ് എന്തായാലും അവർ തരുന്നത്. എല്ലാവരുടെ ആ മനസ്സിന്, ഈ വീടിന് ചെയ്യുന്നവരൊക്കെ മനസ്സിന് ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എപ്പോഴും. ചേച്ചിക്ക് ഫിലിം ഇൻഡസ്ട്രിന്നാണെങ്കിലും എന്താ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടോ? ഒരുപാടൊന്നും വരുന്നില്ലടാ, അങ്ങനൊന്നും പറയുന്നില്ല. ഞാനൊരു ആൽബം ചെയ്തിരുന്നു, സൂര്യഗായത്രി മാം എന്ന് പറയുന്ന ഒരു അവാർഡ് വിന്നിങ് ആൽബം ഒക്കെ ചെയ്യണ ഒരു മാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മാം വിളിച്ചിട്ട് ഒരു ചെറിയ വേഷം ചെയ്തു. അതിനുശേഷം നേത്ര കാസ്റ്റിങ്ങിന്റെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് ഒരു ചെറിയൊരു സിനിമയുടെ ഒരു പുതുമുഖങ്ങളെയൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണുണ്ടായിരുന്നു. അത് അവര് അന്ന് വിളിച്ചൊരു ടൈറ്റിൽ ഷൂട്ട് കഴിഞ്ഞായിരുന്നു ആ മൂവിയുടെ. അതിനിപ്പം കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഷൂട്ട് നടക്കത്തുള്ളൂ. എന്തായാലും അതിനകത്തൊരു ക്യാരക്ടർ എനിക്ക് തരാമെന്ന് പറഞ്ഞു. തന്നു ചെയ്യണുണ്ട്. അതിന്റെ ടൈറ്റിൽ ഷൂട്ട് എന്നെ വെച്ചിട്ടാണ് ചെയ്തത്. അതിപ്പോ ഇനിയിപ്പോ സെപ്റ്റംബർ ഓഗസ്റ്റ് ഒക്കെ ആകും അതിന്റെ ബാക്കി ഷൂട്ട് നടക്കുന്നതിന്. അത് സിനിമ മൂവിയാണ്. അതല്ലാണ്ട് ഒരുപാട് അവസരങ്ങളോ അങ്ങനെയൊന്നും ഇല്ലടാ. അതിപ്പോ അവര് വിളിച്ചുകൊണ്ട് നമ്മൾ ചെയ്തല്ലാതെ നമുക്ക് ഇപ്പൊ ആ ഒരു വാർത്തക്കകത്താന്ന് തോന്നുന്നു, സിനിമാ ലോകത്തേക്ക് എന്ന് പറയുന്ന വാർത്തക്കകത്താന്ന് തോന്നുന്നു അടിയിൽ കമന്റ് വന്ന് ഇനി ഇവളെങ്ങാനും സിനിമ നടിയായ. അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല, ഒരു മോഹവും ഇല്ല. നമുക്ക് ഇങ്ങോട്ട് സൂചിച്ചേണ്ട ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മളെ ഇങ്ങോട്ട് എന്തെങ്കിലും ചെറിയ വേഷം അല്ലെങ്കിൽ ഇന്ന് വന്ന് ചെയ്യണേന്ന് പറഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും. അല്ലാണ്ട് എനിക്ക് സിനിമാ നടിയായി അങ്ങനെ ഒരു ചെറിയൊരു ജോലി ചെയ്യണമെന്നും ജോലി കിട്ടണമെന്നും വലിയ ആഗ്രഹമുണ്ട്. അല്ലാതെ സിനിമാ നടിയായി പോകാനൊന്നും ആഗ്രഹമില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ഞാനത് ചെയ്യും. കാരണം ഏട്ടന്റെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഞാൻ എന്തായാലും അത് ചെയ്യും. എന്ത് വേഷമാണെങ്കിലും ഞാൻ ചെയ്യും. സുധിച്ചേട്ടൻ്റെ ഒരു അവസാനം ചെയ്ത ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഫാമിലി ആയിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുരുവിപ്പാപ്പ. അതിന്റെ ഫാമിലി ആയിട്ട് പോയി കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന്റെ പ്രൊഡ്യൂസർ ബഷീർക്ക എന്ന് പറഞ്ഞ നിൽക്കുകയാണ്. അതായത് കുരുവി എന്ന് പറയുന്ന അഭിനയിച്ച കുട്ടിയുടെ വാപ്പയാണ് ആളാണ് പ്രൊഡ്യൂസർ. ആള് നമ്മളുടെ അടുത്ത് പറഞ്ഞ് സുധിച്ചേട്ടന്റെ സാമീപ്യം ഞങ്ങൾക്ക് വേണം, കാരണം നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന്, വിനീതേട്ടനുണ്ടായിരുന്നു, മുക്ത മാം ഉണ്ടായിരുന്നു, എല്ലാവരും ആ നടീനടന്മാരെല്ലാവരും ഉണ്ട്, നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആ സിനിമ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ കാറ് വിട്ട് ഞങ്ങളെ രാവിലെ ഫാമിലി ആയിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഒപ്പം ഇരുന്നാണ് ആ സിനിമ ഞങ്ങൾ കണ്ടത്. വനിതാ തിയേറ്ററോ അവിടെ ഒരുമിച്ചിരുന്ന് കണ്ട് തിരിച്ച് ഞങ്ങളെ ഇവിടെ കൊണ്ടുവിടുകയും ചെയ്തവര്. ആ സിനിമ കണ്ടു. അത് ഭയങ്കര ഇമോഷണലായിരുന്നു. കാരണം ഒന്നും കൂടെ സൂചേട്ടനെ കണ്ടതിന്റെ ആ ഒരു സന്തോഷവും സൂചേട്ടൻ ഇനി ഇല്ലല്ലോ എന്നറിഞ്ഞതിന്റെ ആ സങ്കടവും എല്ലാം കൂടെ കൂടിക്കലർന്നൊരു നിമിഷമായിരുന്നത്. കാരണം അതിനകത്ത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഏട്ടനുണ്ട് സിനിമയിൽ, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. പാട്ടിനാണേലും ഫൈറ്റിംഗ് സീനാണേലും ഇപ്പൊ ആളെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഷൂട്ട് നടന്നിട്ടുണ്ട്, ഇത് കാണണം വാക്കുട്ടെ, ഞാൻ പൊളിച്ചടിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പൊ അത് കാണാൻ ആള് കൂടെ ഇല്ലല്ലോ, അത് കാണാൻ ആള് കൂടി ഇല്ലാത്തതിന്റെ ഒരു വിഷമം. പിന്നെ ഇത്രയും നാളും ചെയ്ത പോലൊന്നുമല്ല, അതിലപ്പുറം ആള് നല്ലതായിട്ട്, അതായത് ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഓർത്തപ്പത്തേന് പണ്ടൊരു മോനിഷ ചേച്ചി മരിച്ച സമയത്ത് ഒരു ഗൾഫ് പ്രോഗ്രാമിന് ഇങ്ങനെ അവര് ആ വീഡിയോ ഇട്ടപ്പത്തേന്, മോനിഷ ചേച്ചി ഇങ്ങനല്ലേ മരിച്ചത് ആക്സിഡന്റ്, അപ്പൊ അവരിങ്ങനെ പറഞ്ഞു അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും. കാരണം ആ ചേച്ചി അന്ന് ഭയങ്കര ഉത്സാഹമായിട്ടാ. അതുപോലെ സുധിച്ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു, മരിക്കാറായ സമയത്ത് ഭയങ്കര ഉത്സാഹമായിരുന്നു, അഭിനയത്തിലാണേലും ഡാൻസിലാണേലും അപ്പൊ സിനിമയിലാണേലും. അപ്പം പ്രോഗ്രാമിനാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ആള് ഭയങ്കര ഉത്സാഹമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അണയാൻ പോകുന്നത് ഈ ആളി കത്തിക്കൊണ്ടിരിക്കും. പെട്ടെന്നായിരുന്നു അസ്തമിച്ചത്. അങ്ങനെ കിച്ചു എന്താ പറഞ്ഞത് അച്ഛന്റെ ആ ഒരു അഭിനയത്തെ കണ്ടിട്ട്? കിച്ചു ഇത് തന്നെയാണ് പറഞ്ഞത്, അച്ഛൻ ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മ എന്ന്. അങ്ങനെ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അല്ലാതെ അധികം സംസാരമൊന്നും ഇല്ലല്ലോ ആള്. അമ്മ അച്ഛൻ ഇത്ര നല്ലതായിട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, നന്നായിട്ട് ചെയ്തു അച്ഛൻ എന്നാണ് എന്നോട് പറഞ്ഞത്. സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത്. ഇപ്പൊ ആ വീട് എന്ന് പറഞ്ഞ സ്വപ്നം നിങ്ങളിലേക്ക് എത്തി. ഈ വീടല്ല വേറൊരു സ്വപ്നം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അത്? എന്തെങ്കിലും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എനിക്ക് വീടല്ലാതെ വേറൊരു സ്വപ്നം കൂടി ഉണ്ടെന്ന്? വീടല്ലാത്ത വേറൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യമായിരുന്നു. മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം. കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചു ആനിമേഷൻ ഫീൽഡൊക്കെയാണ് അവനിഷ്ടം. അവനെന്തായാലും വലിയ കുട്ടിയായി, അവന്റെ ഇഷ്ടം അവൻ തിരഞ്ഞെടുത്തു. അപ്പം കുഞ്ഞതിന്റെ കാര്യം എപ്പോഴും പറയായിരുന്നു, വേറൊന്നും അല്ല ഇവനെ പൈലറ്റ് ആക്കണമെന്ന് ഭയങ്കര. ഞാനിപ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കട്ടെ, അച്ഛൻ്റെ ആഗ്രഹം കേട്ടോ,
നീ പൈലറ്റ് ആണോ? ഞാൻ പൈലറ്റായി ഇങ്ങനെ പോകുന്നൊക്കെ എന്നോട് പറയും. അപ്പൊ അത് വലിയൊരു സ്വപ്നമായിരുന്നു. അതെന്തായാലും പിള്ളേരുടെ വലുതാകുമ്പോ എന്താകുന്നു നമുക്കറിയില്ല. എന്തായാലും അത് വലിയൊരു സ്വപ്നമാണ് സൂചിച്ചാണ്ട്. വീട് പോലെ തന്നെ കുഞ്ഞിനെ ഒരു പൈലറ്റ് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലേ? അപ്പം അവൻ ഇനി അതിലേക്ക് എത്താന്ന് പറയുമ്പോ ചേച്ചി ഒരുപാട് കഷ്ടപ്പെടണം എന്നുണ്ട്. പക്ഷെ ഇത് കാണുന്ന ആർക്കും അറിയില്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ള. കമന്റുകൾ പലതും പല രീതിയിൽ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ എടുക്കുന്ന രീതിയും കൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമുക്കൊരു എന്താണ് ഭയങ്കര ഹേർട്ടാവുന്ന രീതിയിൽ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ കാണുന്ന രേണു ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതെനിക്ക് സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് കാണുമ്പോഴാണെങ്കിലും മനസ്സിലാകും. കാരണം ആദ്യം ഇരുന്ന ഒരു ചേച്ചി അല്ല. ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ട് അല്ലെ? ഒരുപാട് എപ്പിസോഡിലൊക്കെ വന്നിട്ടുണ്ട്. ജഗദീഷ് എപ്പിസോഡ് ലാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർ മാജിക്കിലെ ഫാമിലി ശരിക്കും എങ്ങനെയായിരുന്നു? ഒരു ഫാമിലി പോലായിരുന്നു. സൂചേട്ടനെ എന്താ പറയാ, സൂചേട്ടൻ അവരെല്ലാരെയും മക്കളെന്നാണ് സൂചേട്ടൻ വിളിക്കുന്നത്. കൂടുതലും എനിക്ക് തോന്നുന്ന അടുപ്പം ചിന്നുവായിട്ടായിരുന്നു. മക്കളെ ചിന്നൂട്ടി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു അടുപ്പം. അതുപോലെ അനൂപേട്ടനുമായിട്ടും അതുപോലെ അവിടെയുള്ള ഓരോരുത്തരുമായിട്ടും ഏട്ടന് ഓരോരോ എല്ലാവരും മക്കളാണ് ഏട്ടന്. അന്നൊരു പണ്ട് ഞങ്ങളൊരു ഷോയ്ക്ക് സ്റ്റാർ മാജിക്കിന് ഞങ്ങളെ ഫസ്റ്റ് കൊണ്ടുപോയപ്പോൾ സൂചേട്ടനുള്ള സമയത്ത് ശശാങ്ക ചേട്ടൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഞങ്ങളെ ഞങ്ങളെ പോലും സൂചേട്ടൻ മക്കളെന്നാ വിളിക്കുന്നത് എല്ലാവരെയും. അപ്പൊ ഫാമിലീനെ എങ്ങനെയായിരിക്കും വിളിക്കുന്നതെന്ന്. അതുപോലെ ആ ഫാമിലി ഒരു ഫാമിലി ആയിരുന്നു അവര് എല്ലാരും. ഭയങ്കര അറ്റാച്ച്ഡ് സ്നേഹമായിരുന്നു ഒരുമിച്ച്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു മരണത്തിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോ ഷൂട്ട് നക്ഷത്ര ചേച്ചിക്ക് ഒരിക്കലും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇൻട്രോയില് വെങ്ങി പൊട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയും ഉള്ളിൽ ഇഷ്ടം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത്രയും കൊണ്ട് നടന്ന നമുക്ക് അത്രയും തരുന്ന ഒരാൾക്ക് മാത്രമാണ് തിരിച്ചു കൊടുക്കാൻ പറ്റുക. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്താ തോന്നിയത്? അവരുടെ ബോണ്ട് എനിക്ക് അറിയാമായിരുന്നു. അവര് ഭയങ്കര സഹോദരൻ എന്നുള്ള ഒരു ബന്ധമായിരുന്നു അവർ രണ്ടും. ഭയങ്കര ഇതിപ്പം ഏട്ടൻ മരിച്ചതിന് ശേഷമല്ല ചിന്നു സ്നേഹിക്കാൻ തുടങ്ങിയത്, ഒരിക്കലുമല്ല. അവള് ചേട്ടൻ എന്നെ എന്ന് പരിചയപ്പെടുത്തിയോ അന്ന് മുതൽ ഞങ്ങളൊരു സിസ്റ്റർ എന്നുള്ളൊരു ബന്ധമായിരുന്നു. കാരണം സുധിച്ചേട്ടൻ എന്നെയും കുഞ്ഞിനെയും കൊണ്ട് സ്റ്റാർ മാജിക്കിൽ പോയാലും ചേട്ടനെ കൊണ്ടുവിടാൻ നേരത്ത് ചിന്നു അവിടെ മേക്കപ്പ് റൂമിലാണേലും അമ്മയും ചിന്നും വഴി വരും ഞങ്ങളെ കാണാൻ, കാറിൻ്റെ അടുത്ത് വരും ഞങ്ങളെ കണ്ട് സംസാരിക്കാം. എന്നിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞാൽ അവിടെ വരും. ആ ഒരു ഇതായിരുന്നു. അതുപോലെ വിളിയും പറച്ചിലും എല്ലാം ഏട്ടനുള്ളപ്പോൾ എങ്ങനെയാണോ ഇല്ലാത്തപ്പോൾ അങ്ങനെ സെയിം രീതിയിൽ ഇച്ചിരിയും കൂടെ ബോണ്ടും ബന്ധവും കൂടിയതേ ഉള്ളൂ. അല്ലാതെ ഒരു കുറവും ഇല്ല. ഈ മനുഷ്യർ പറയുന്നില്ല, അന്ന് വന്നതിന് ഒരുപാട് കമന്റ് കേട്ടു നെഗറ്റീവ്, പാവം കേട്ടായിരുന്നു. അങ്ങനൊന്നും ഇല്ല. ആ ഒരു സ്നേഹബന്ധം അത് ആത്മാർത്ഥമാണ്. ആ ഒരു ബന്ധം ഇപ്പോഴും മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു. നന്നായി തന്നെ നന്നായി തന്നെ. ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്? ഫ്യൂച്ചർ പ്ലാൻ ജോലിയാണ് മെയിൻ. ജോലിയുടെ കാര്യം ഇങ്ങനെ നടക്കുന്നത്. അതിന്റെ എംപ്ലോയ്മെന്റ് വഴിയുള്ള ഇതാണല്ലോ, നമുക്ക് വെറുതെ ജോലി കിട്ടത്തില്ലല്ലോ. എംപ്ലോയ്മെന്റ് വഴി അതിന്റെ കാര്യങ്ങൾ നടക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനിയിപ്പോ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ പോണം. അല്ല, മരിച്ച സമയത്ത് ഒരുപാട് പേര് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടി ഇങ്ങനെ പറഞ്ഞാലും അത് ഇനിയിപ്പോ എംപ്ലോയ്മെന്റ് വഴിയേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ നമുക്ക് ജോലി കിട്ടത്തില്ലല്ലോ. ഇനിയിപ്പം എന്തെങ്കിലും ജോലി നോക്കണം. അപ്പൊ അങ്ങനെ എന്താണ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് ഇത് കൊണ്ട് ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ടേ. നമുക്ക് ഇപ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ വിഷമം അറിയാതെ അറിഞ്ഞുകൊണ്ട് എടി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെ രേണു അതുപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവളുടെ പേര് ഞാൻ ഒന്നിലും പറഞ്ഞിട്ടില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഇതാണേലും അടുത്ത ആൾക്കാരെ എടുത്തിട്ടോ ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു പോയി. അതുകൊണ്ടാണ് നസ്റിൻ. അവളാണേലും എനിക്ക് എപ്പോഴും കൈത്താങ്ങനും ഹെൽപ്പും എല്ലാം. ബെസ്റ്റ് ഫ്രണ്ടാണ് ആള്, എപ്പോഴും കൂടെ ഉണ്ട്. അതുപോലെ ഒരുപാട് പേര്, അവളെപ്പോലെ ഒരുപാട് പേര് രേണു എന്തെങ്കിലും ആവശ്യമുണ്ടോ, പൈസ വല്ലതും ഉണ്ടോ, ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അത് എല്ലാവരുടെ അടുത്തും. അതുപോലെ ഇമോഷണലായിട്ട് നമുക്ക് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം തരാനും ആൾക്കാർ, സന്ധ്യ ചേച്ചി, അതുപോലെ എൻ്റെ ചേച്ചി രമ്യ, നസ്റിൻ, അങ്ങനെ കുറെ പേരുണ്ട്. നമുക്ക് വിഷമിക്കണ്ട, അല്ലെ എൻ്റെ പപ്പ അമ്മ എല്ലാവരും ഉണ്ട്. അതുപോലെ കൊല്ലത്തെ വീട്ടുകാരാണെങ്കിലും എല്ലാ കാര്യവും വിളിച്ച് തിരക്കും. ചേടത്തിയാണെങ്കിലും സൂചിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ് തിരക്കുകയും കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും എല്ലാവരും ചോദിക്കുകയും തിരക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുപാട് നന്ദി.
കൊല്ലത്തുനിന്ന് ആൾക്കാരൊക്കെ എന്താ പറയുക ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ വരാറുണ്ടാ. ഇപ്പൊ അമ്മയ്ക്ക് ഒരു സുഖം ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത്. എപ്പോഴും വരാത്ത. കാരണം ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. അതെ, അതാണ് ഞാനത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കൊല്ലത്ത് നിൽക്കാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊല്ലത്ത് നിന്ന് ആരും വരാത്തെന്നൊക്കെ. അപ്പൊ ശരിക്കും നമുക്ക് ഒരാളെ അറിയാതെ നമ്മൾ ഒരിക്കലും അവര് വിളിക്കാറുണ്ട്, കുഞ്ഞിന്റെ കാര്യം തിരക്കാറുണ്ട്, അവൻ എന്തേലും ആവശ്യമുണ്ടോ രേണു, ചേട്ടത്തിയാണെങ്കിലും ചേട്ടനാണെങ്കിലും എന്തേലും ആവശ്യമുണ്ടോ രേണു ഉണ്ടെങ്കിൽ പറയണേ, ഞങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചേക്കാം, അവൻ എന്തൊക്കെയോ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്, വേഗം വരണേന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരിങ്ങോട്ട് വരുമ്പോ അമ്മ അവിടെ വയ്യാതിരിക്കും, അമ്മയ്ക്ക് കുറച്ച് വയ്യായ്മയുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പോകാത്ത. അല്ലാതെ ഫോണുണ്ടല്ലോ നമുക്ക്, എപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന മനുഷ്യര് പറയുന്നവരല്ല കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഋതുക്കുട്ടന്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതെ, ചന്ദ്രികാന്തം കണ്ടു നിഞ്ചടിയാലിയൊന്നു ജീവരാഗം നീലുവാലിയാലിയുന്നു രാഗമേഘം നിഞ്ചടിയാലിയൊന്നു ജീവരാഗം. കൈയടിക്കല്ല, അവരിങ്ങനെ കൈയടിക്കാത്ത എന്താ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇത് കാരെ പഠിപ്പിച്ചെന്നേ? അമ്മയ്ക്കല്ലേ പഠിപ്പിച്ചെന്നേ? ആണോ? അപ്പച്ചനാണ്. പാട്ടുകാരനാവണോ അതോ പൈലറ്റ് ആവണോ? ആരാവണ്ടേ? ആരാവണ്ടേ? ഋതുക്കുട്ടൻ ആരാവണ്ടേ? പൈലറ്റ് ആണോ പാട്ടുകാരനാണോ? പൈലറ്റ്. കുളപ്പള്ളിയപ്പനെ കൂടെ കാണിച്ചു കൊടുക്ക, അച്ഛൻ പഠിപ്പിച്ചത്. അപ്പൊ സുധിച്ചേട്ടൻ കൊറേയൊക്കെ ഫീഡ് ചെയ്തിട്ടാണ് കേട്ടോ, കൊറേയൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് എന്താണ് ഋതുക്കുട്ടൻ രേണു ചേച്ചിയുടെ ഫാദറിനെയും മദറിനെയാണ് അച്ഛനമ്മ എന്നൊക്കെ വിളിക്കുന്നത്, ചേച്ചി എന്നാ വിളിക്കുന്നത്. അപ്പൊ അത് ശരിക്കും അങ്ങനെ പോയത് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞു കൊടുത്തതാണോ അത് അവൻ സ്വയം വിളിച്ചു? ചേട്ടൻ പോയ പിന്നെ അതിന് മുന്നേ ഇവര് തന്നെയാണ് എപ്പോഴും എല്ലാ കാര്യവും. പിന്നെ അവരായിരുന്നു എപ്പോഴും. എനിക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകണ്ട വന്നാലും എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ എവിടെ പുറത്ത് പോയാലും ഞാൻ പോയ കരയത്തില്ല അവൻ അപ്പ അമ്മ അവരാണ് പൊന്നുപോലെ നോക്കുന്നത്. അപ്പം എല്ലാ കാര്യവും ചെയ്യുന്നതും ഒക്കെ അവരാണ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ സ്കൂളിൽ പ്രവേശനോത്സവത്തിന് അമ്മ ചെന്നപ്പോഴത്തേന് എല്ലാവരും പിള്ളേരെ ഇങ്ങനെ മൈക്ക് കൊടുത്തിട്ട് പേരൊക്കെ ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, എന്റെ പേര് ഋതുൽ, എന്റെ അച്ഛന്റെ പേര് തങ്കച്ചൻ, എന്റെ അമ്മയുടെ പേര് കുഞ്ഞുഞ്ഞമ്മ, എന്നെ ചേച്ചി പോലല്ല മീണു എന്നാ വിളിക്കുന്നത്, മീണു അങ്ങനെ വിളിക്കുന്നത്. അതെ, കാരണം അവന് അറിഞ്ഞു തുടങ്ങുന്ന പ്രായം ആവുന്നതല്ലേ ഉള്ളൂ അല്ലേ. അപ്പോ വീടെന്നൊരു സ്വപ്നം ഇപ്പം അതിനെ കുറിച്ചൊരു അപ്ഡേഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഉടനെ അവര് ചെയ്യും. KHDC അവര് ഫിറോസിക്കയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ചെയ്യണത്. അപ്പൊ വീട് ഈ ഇയർ തന്നെ ഉണ്ടാവൂല്ലേ? ഓണത്തിന് മുന്നേ ഇന്നലെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചാൽ നിൽക്കുക എന്തായി ജോലി അല്ല പണിയുടെ കാര്യം എങ്ങനെയായി, തീരാറായോ, ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇത്രയും വേഗം നമ്മൾ ഭംഗിയായിട്ട് കയ്യിൽ തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, കുടുംബം പോലെ നോക്കുന്ന ഒരുപാട് ആൾക്കാര് രേണു ചേച്ചിക്കുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരിക്കലും അതൊന്നും എഫക്ട് ചെയ്യില്ല എന്ന രീതിയിൽ ഒരു കരിങ്കല്ലായി മാറിയിരിക്കുകയാണ് ശരിക്കും. അപ്പോ വീടെന്നുള്ള ഒരു വലിയ സ്വപ്നം കൂടി ഇപ്പൊ നിറവേറ്റുകയാണ്. അതെന്താ ഒരു 1 year കഴിഞ്ഞപ്പോ തന്നെ അത് പെട്ടെന്ന് നടക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടായിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ അത് പെട്ടെന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. സുധിച്ചേട്ടന്റെ ആത്മാവിനും അതൊരു സന്തോഷമാവും. അപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.